എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിഷു റിലീസായ എത്തിയ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി. ഈ കഴിഞ്ഞുപോയ ഏപ്രിൽ 10 റിലീസായ ബസൂക്ക, ആലപ്പുഴ ജിങ്കാന, മരണമാസ്, വിഷു റിലീസായി എത്തിയ ഈ ചിത്രങ്ങൾക്കൊക്കെ ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ ഈ 3 ചിത്രങ്ങളും ശക്തമായി മത്സരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ 3 ചിത്രങ്ങളുടെയും ഏറ്റവും പുതിയ, അതായത് 3-ാം ദിവസത്തെ ഏറ്റവും പുതിയ കേരള കളക്ഷൻ അപ്ഡേറ്റ്, ഓവർസീസ് കളക്ഷൻ അപ്ഡേറ്റ്, വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ മരണമാസിന്റെ 3-ാം ദിവസത്തെ കളക്ഷനാണ്. മരണമാസിന്റെ ആദ്യ ശനിയാഴ്ച 8 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഏകദേശം വിറ്റുപോകുന്ന ടിക്കറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് 2600-ൽ പരം ടിക്കറ്റുകളാണ്. ആദ്യ 2 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും മരണമാസം സ്വന്തമാക്കിയത് 3,25 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 2-ാം ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുമ്പോൾ ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 640 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 53,000-ൽ പരം പ്രേക്ഷകരെയും. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 39%. നിലവിൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റുകൾ പ്രകാരം ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 86 ലക്ഷം രൂപയാണ്. അതായത് തുടർച്ചയായ 3-ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 1 കോടിക്ക് മുകളിലാണ് ബേസിൽ ജോസഫ് ചിത്രം മരണമാസ് സ്വന്തമാക്കാൻ പോകുന്നത്. ഇന്നത്തോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടി കടക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നസ്രീൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആലപ്പുഴ ജിങ്കാനയുടെ 3-ാം ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ആണ്. നിലവിൽ 3-ാം ദിവസം രാത്രി 8 മണിക്ക് ശേഷം ആലപ്പുഴ ജിങ്കാനയുടെ ഭാഗത്തു നിന്നും ബുക്ക് മൈ ഷോയിലൂടെ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് 8,000-ൽ പരം ടിക്കറ്റുകളാണ്. ആദ്യ 2 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ 10 കോടിക്ക് മുകളിലായിരുന്നു ഈ ഒരു ചിത്രം കളക്ട് ചെയ്തത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 3-ാം ദിവസത്തെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 682 ഷോകളാണ്. ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,20,000-ൽ പരം പ്രേക്ഷകരെയും. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 65%. നിലവിൽ ഈ സമയം വരെ 42 ഹൗസ്ഫുൾ ഷോകളും 131 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 324 ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന് വേണ്ടി ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് ട്രാക്കിംഗ് അപ്ഡേറ്റുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് 1,81 ലക്ഷം രൂപയാണ്. അതായത് ആലപ്പുഴ ജിങ്കാനയുടെ 3-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ 3 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ചിത്രം 3 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ 15 കോടി പിന്നിടാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഡാറ്റകൾ വ്യക്തമാക്കുന്നത്. ഇനി നമ്മുടെ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക ഡിനോ ഡെനിസ് കോംബോയിലെത്തിയ ബസൂക്ക എന്ന സിനിമയുടെ 3-ാം ദിവസത്തെ കേരള കളക്ഷൻ അപ്ഡേറ്റ് ആണ്. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 866 ഷോകളാണ്. നിലവിൽ ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 78,000-ൽ പരം പ്രേക്ഷകരെ. ഇന്ന് കേരളത്തിൽ 866 ഷോകൾ കേരള ബോക്സ് ഓഫീസിൽ ബസൂക്കയുടെ പേരിൽ ട്രാക്ക് ചെയ്യുമ്പോൾ ഓരോ ഷോയുടെയും ആവറേജ് ഓക്യുപ്പൻസി 35%-ന് മുകളിലാണ്. ആദ്യ 2 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 11,50 ലക്ഷം രൂപ സ്വന്തമാക്കിയ ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3-ാം ദിവസം ഇതുവരെ ട്രാക്കിങ്ങിലൂടെ ലഭിച്ചിരിക്കുന്നത് 1,27 ലക്ഷം രൂപയാണ്. ഇന്നും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ്. ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ചിത്രം 3 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ 16 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ ബസൂക്കയുടെ പേരിൽ വിറ്റുപോകുന്നത് 3,600-ൽ പരം ടിക്കറ്റുകളാണ്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഈ വിഷു റിലീസായി എത്തിയ സിനിമകളിൽ നിങ്ങൾ ഇതിനോടകം തന്നെ തിയേറ്ററിൽ പോയി കണ്ട ചിത്രത്തിന്റെ പേര് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.